ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് അപ്ഡേറ്റ് ലെറ്റർ ആയിരുന്നു. റെഫറൽ ലെറ്റർ എഴുതിയിരുന്നെങ്കിൽ ഞാൻ റൈറ്റിങ്ങിന് തോറ്റുപോയനെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ലെറ്റർ തിരുത്തി ഞാൻ അപ്ഡേറ്റ് ലെറ്റർ ആക്കി. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എക്സാമിന് വരുന്ന എക്സാമിനർ ടഫാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അത് എല്ലാ പിള്ളേരുടെയും ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് തന്നെ എൻ്റെ കൂടെ വന്നിരുന്ന് എൻ്റെ എക്സാമിനറായിട്ട് ഇരിക്കണേ, എനിക്ക് മാതാവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഫീൽ ചെയ്യണേന്ന്. സത്യമായും അങ്ങനെ തന്നെ നടന്നത്. എനിക്കറിയത്തില്ല, അത്ര നല്ല എക്സാമിനറായിരുന്നു. നല്ലതുപോലെ ഞാൻ സ്പീക്കിംഗ് ചെയ്തു ഇറങ്ങി. എങ്കിലും എനിക്കറിയായിരുന്നു എനിക്ക് മെറിറ്റ് ഒന്നുമില്ല, ദൈവത്തിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. കാര്യം ലിസ്ണിങ് ഞാൻ തോറ്റുപോകും ഉറപ്പായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി. ജനുവരി 14 പുതുക്കേണ്ട ഡേറ്റ്. കറക്റ്റായിട്ട് ഞാൻ വന്ന് പുതുക്കി. എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ വരെ നിബന്ധനകളും പാലിച്ചു പോരുന്നു. എക്സാം റിസൾട്ട് വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ലിസ്ണിങ്ങിനായിരുന്നു, 380. ബി ഗ്രേഡ് തന്നെ എനിക്ക് മാതാവ് എന്നെ പാസ്സാക്കിയിരുന്നു. പിന്നെ മൂന്നാമത്തെ എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അതിലോട്ട് ഞങ്ങൾ എത്തിപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ വെറുതെ എഴുതിയ ഒരു നിയോഗമായിരുന്നു ഒരു ഭവനം എന്നുള്ളത്. പക്ഷേ അപ്പോഴത്തന്നെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആകുന്നില്ലായിരുന്നു. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാനൊരു സാക്ഷ്യം കേട്ടു, വീടിൻ്റെ 4 മൂലയിലും ഉപ്പ് കുഴിച്ചിട്ടതുപോലെ. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരത്തില്ലായിരിക്കാം ചിലപ്പോൾ, പക്ഷേ